ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഈ ടോണർ അത് ക്ലിയർ ചെയ്യും. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് PSC വ്ലോഗ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഒരു ടോണർ ആണ്. ഇതാണ് ഹിമാലയയുടെ റിഫ്രഷിംഗ് ആൻഡ് ക്ലാരിഫയിങ് ടോണർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ടോണർ അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിന്റെ ഫേസിലെ pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നെ ഈ ഓപ്പൺ പോഴ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ലപോലെ സ്ട്രിങ്ക് ആയിട്ട് വരാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ടോണർ അപ്ലൈ ചെയ്യുന്നത്. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് കൂടുതലായിട്ടും ഹിമാലയയുടെ ഈ ടോണറിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖത്തെ ക്ലിയർ ആക്കി വെക്കാനും ഡെഡ് സെൽസ് ഒക്കെ അകറ്റാനും എക്സ്ട്രാ ഓയിലി ആയിട്ടുള്ള ഫേസിനെ കുറച്ചും കൂടി ഓയിലൊക്കെ കുറച്ചിട്ട് ഓയിലിനെ കൺട്രോൾ ചെയ്യാനും കൂടിയിട്ട് നമ്മുടെ ഈ ഹിമാലയയുടെ റിഫ്രഷിംഗ് ആൻഡ് ക്ലാരിഫയിങ് ടോണർ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഹിമാലയയുടെ റിഫ്രഷിംഗ് ആൻഡ് ക്ലാരിഫയിങ് ടോണറിന്റെ ആപ്ലിക്കേഷനിലോട്ട് കിടക്കാം. നമ്മൾ എങ്ങനെ ഇത് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് മുഖം നല്ലതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ഏതാണോ അത് ഉപയോഗിച്ചിട്ട് മുഖം നല്ലതുപോലെ കഴുകുക. കഴുകിയതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറോ ടവലൊക്കെ വെച്ചിട്ട് നമ്മൾ ഫേസ് ഒന്ന് ഇങ്ങനെ പാറ്ററൈ ചെയ്തെടുക്കുക, അതായത് ഇങ്ങനെ ഒപ്പി എടുക്കുക. അതിനുശേഷം ടോണർ അപ്ലൈ ചെയ്യുക. അപ്പൊ ക്ലൻസ് ചെയ്തു, ടോൺ ചെയ്തു, പിന്നെ അതിനുശേഷം മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്കിത് ആപ്ലിക്കേഷനിലോട്ട് കിടക്കാം. അപ്പൊ ഇത് ഞാൻ ഓപ്പൺ ചെയ്യുക കേട്ടോ. ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് വരുന്നത് കേട്ടോ. കുറച്ച് ടോണർ നമ്മുടെ കയ്യിലോട്ട് എടുക്കാം. അപ്പൊ ഞാൻ എൻ്റെ ഫേസ് നല്ലതുപോലെ കഴുകിയിട്ട് ഉണക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ നേരെ ടോണർ അപ്ലൈ ചെയ്യുക കേട്ടോ. 2-3 ഡ്രോപ്സ് നമ്മുടെ കയ്യിലോട്ട് എടുക്കുന്നുണ്ട്. അതിനുശേഷം എന്താ കയ്യിൽ നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുക, കൊടുക്കാം കേട്ടോ. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആ ഫേസ് വാഷിന്റെ അംശം എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടോണർ അപ്ലൈ ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനൊരു പത പോലെയൊക്കെ വരുന്നുണ്ടാവുക. എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഈ ടോണർ അത് ക്ലിയർ ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ പത പോലെയൊക്കെ വരുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്തും കൂടി കൊടുക്കാം കേട്ടോ. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലതുപോലെ ഉള്ളിലോട്ട് ഇങ്ങനെ അബ്സോർബ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ ഒരു ഫേസിന്റെ മുകളിൽ വേണം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ രാവിലെയും രാത്രിയും ഇതുപോലെ തന്നെ ചെയ്യുക കേട്ടോ. പിന്നെ ഈ ടോണറിന്റെ സ്മെൽ എന്ന് പറയുന്നത് മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാണ്. നല്ല ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ലിക്വിഡ് ഫോമിലാണ് നമ്മുടെ ഈ ടോണർ വരുന്നത്. നമ്മൾ രാവിലെയും രാത്രിയും ഇതുപോലെ ഹിമാലയയുടെ ടോണർ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ബ്രേക്ക്ഔട്ട്സും ഇൻഫ്ലമേഷനൊക്കെ മാറ്റിയിട്ട് മുഖത്തിനൊരു രക്തപ്രസാദം തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നോർമലി നമ്മുടെ സ്കിൻ വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഡൾ ആയിട്ടിരിക്കുമല്ലോ. നമ്മൾ ഈ ടോണർ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വൈകിട്ടാകുമ്പോഴേക്കും നമ്മുടെ ഫേസ് എന്ന് പറയുന്നത് കുറച്ചെങ്കിലും ഒരു ലൈവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി, നമ്മുടെ ഫേസിന് കുറച്ചൊരു ജീവനുള്ളത് പോലെ ഇരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് എനിക്ക് യൂസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടും കൂടി ആട്ടോ പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ ടോണർ കാരണം നമ്മുടെ മുഖം കുറച്ചെങ്കിലും ഇങ്ങനെ ജീവനുള്ളതാവാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം കൂളിംഗ് പ്രോപ്പർട്ടീസ് നമ്മുടെ ഈ ഹിമാലയയുടെ റിഫ്രഷിംഗ് ആൻഡ് ക്ലാരിഫയിങ് ടോണറിൽ അടങ്ങിയിട്ടുണ്ട്. ഏത് സ്കിൻ ടൈപ്പിനാണെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഈ ടോണർ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇവർ പറയുന്നത് ഓൾ സ്കിൻ ടൈപ്പിന് ഉപയോഗിക്കാവുന്നതാണ്. എന്നാലും നമ്മൾ റിസ്ക് എടുക്കരുത്. നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിന് ഓക്കെ ആണോ എന്ന് നോക്കാം, എന്നിട്ട് മാത്രം യൂസ് ചെയ്യുക കേട്ടോ. ഈ ഹിമാലയയുടെ റിഫ്രഷിംഗ് ആൻഡ് ക്ലാരിഫയിങ് ടോണറിന്റെ പാക്കേജിങ്ങിലോട്ട് കിടക്കാം. ഇതൊരു 100 ml ബോട്ടിലാണ്. ഇതിന്റെ വില വരുന്നത് 110 രൂപയാണ്. 3 വർഷത്തെ ഷെൽഫ് ലൈഫ് ഉണ്ട്. ഓൺലൈനിലും ഫ്ലിപ്കാർട്ട് ഇതുപോലെയുള്ള സൈറ്റുകളിലൊക്കെ വില കുറഞ്ഞിട്ടും ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നതാണ്. എന്തുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ഈ ഒരു ഹിമാലയയുടെ റിഫ്രഷിംഗ് ആൻഡ് ക്ലാരിഫയിങ് ടോണർ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റ് തന്നെയാണ്. സിട്രസ് ലെമൺ ആണ് ഒന്നാമത്തെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഈ കണ്ടന്റ് എന്ന് പറയുന്നത് നല്ലൊരു ആസ്ട്രിജന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പൺ പോഴ്സ് ഒക്കെ നല്ലപോലെ ഷ്രിങ്ക് ചെയ്യാൻ, നമുക്ക് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്കിൻ ടെക്സ്ചർ കിട്ടാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അടങ്ങിയിരിക്കുന്നത് ലെൻറ്റിലാണ്. ഈ ലെൻറ്റിൽ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഓപ്പൺ പോഴ്സ്, അതായത് സുഷിരങ്ങൾ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പിന്നെ പിമ്പിൾസും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ ഇതിനെയൊക്കെ നല്ലതുപോലെ വേരോട് തന്നെ പിഴുത് കളയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുവഴി നമുക്ക് ഈ ബ്രേക്ക്ഔട്ട്സ് ഒക്കെ വരുന്നത് വളരെയധികം കുറച്ച് തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ആൾക്കാർ ഈ ഹിമാലയയുടെ റിഫ്രഷിംഗ് ആൻഡ് ക്ലാരിഫയിങ് ടോണർ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കൊരു ടോണർ വേണം നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആക്കി നിർത്തണം, കുറച്ച് പിമ്പിൾസ് ഒക്കെ മാറ്റി ഒന്ന് റിഫ്രഷ് ആക്കി വെക്കണം, pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം. ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റും കൂടി ആയിരിക്കും ഹിമാലയയുടെ റിഫ്രഷിംഗ് ആൻഡ് ക്ലാരിഫയിങ് ടോണർ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഹിമാലയയുടെ റിഫ്രഷിംഗ് ആൻഡ് ക്ലാരിഫയിങ് ടോണറിന്റെ കാര്യങ്ങൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാം. ഡിയേഴ്സ്, ബൈ, ടേക്ക് കെയർ.